ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ. ഒരു മാങ്ങ അച്ചാറുണ്ടാക്കിയാലോ? ഞാൻ 5 മാങ്ങ പറിച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. ഈ അരിഞ്ഞ മാങ്ങയിലേക്ക് നമ്മൾ കല്ലുപ്പിട്ട് തിരുമ്മിയെടുക്കണം. പൊടി ഉപ്പ് ഒരു കാരണവശാലും ഇടരുത്. നല്ല ഉപ്പ് തിരുമ്മി വെച്ചത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതായത് നല്ലവണ്ണം വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി ഇടണം. എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 7 വെളുത്തുള്ളി അല്ലിയും ചതച്ചതാണ് ഞാൻ ഇട്ടത്. ഒരു 2 സ്പൂൺ കടുക് ചതച്ച് വെച്ചിട്ടുണ്ട്. അരഞ്ഞു പോകരുത്, നല്ലവണ്ണം ചതച്ചെടുത്താൽ മതി. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, അത് ഒരു കളറിനും ഒരു ഭംഗിക്കും വേണ്ടിയാണ്. പിന്നെ ഒരല്പം ഒരു നുള്ള് ഉലുവാപ്പൊടി ഇടണം. ഉലുവാപ്പൊടി കൂടിയാൽ കയ്പുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം ചേർത്ത് എടുക്കണം. അപ്പോൾ അത് അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് കായപ്പൊടി കൂടി ഇതിലിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് തിരുമ്മിയെടുക്കാം. നല്ല ഭംഗിയായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മിയാൽ സ്പൂണിട്ട് ഇളക്കിയാലൊന്നും ഇതത്ര ശരിയാകത്തില്ല. ഇങ്ങനെ നല്ലതുപോലെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് നീറ്റലുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ തിരുമ്മിയെടുത്താലേ മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ലപോലെ തിരുമ്മിയതിന് ശേഷം ഇതിൽ നമുക്ക് കുറച്ച് എണ്ണയാണ് ഒഴിക്കേണ്ടത്. അത് പച്ച വെളിച്ചെണ്ണ തന്നെ ഇതിലൊഴിക്കണം. നല്ലവണ്ണം പിടിച്ചതിന് ശേഷം അല്പം ഒരു 3 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു മണവും രുചിയും എല്ലാം കിട്ടുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി തിരുമ്മി പിടിപ്പിച്ചെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇതിലിട്ട് ചേർത്ത് നല്ലവണ്ണം തിരുമ്മിയെടുക്കാം. ഇതേപോലെ നല്ലവണ്ണം തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു അല്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നിട്ട് നമുക്ക് കടുക് താളിച്ച് ഒരു അല്പം നല്ലെണ്ണയിൽ കറിവേപ്പില ഇട്ട് കടുക് താളിച്ചൊഴിക്കാം. ഇപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയം നമുക്ക് അല്പം കടുക് താളിക്കാം. നല്ലവണ്ണം തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചില്ല് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കണം. അല്ലാതെ ചൂടാക്കുകയൊന്നും വേണ്ട. ഇത് കോരി ഇതൊരു 5 ദിവസം ഇങ്ങനെ വച്ചതിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോഴാണ് ഇതിൻ്റെ ആ കടുകൊക്കെ ചതച്ചിട്ടത്, ഉലുവാപ്പൊടിയുടെയും കായവും ഇതെല്ലാം നല്ല ടേസ്റ്റ് കിട്ടും. കംപ്ലീറ്റ് ഇതിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒരു ചൂടാക്കി എടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഇങ്ങനെ അമർത്തിയും വയ്ക്കണം. അപ്പോൾ ഉപ്പൊക്കെ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് നല്ലെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ചൂടാവണതിൽ കുറച്ചുകൂടി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് ഇതിൻ്റെ പുറത്ത് നല്ലവണ്ണം തൂവിയാൽ മതി. നല്ലവണ്ണം ഇത് ചൂട് തണുത്തതിന് ശേഷമേ ഇതിൻ്റെ പുറത്തൊഴിച്ച് അടച്ച് വയ്ക്കാവുള്ളൂ. നല്ലെണ്ണം ചൂടായിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം ഈ മാങ്ങയുടെ പുറത്ത് മാങ്ങ നല്ല അമർത്തി വയ്ക്കണം. എന്നാൽ മാത്രമേ ഇത് നല്ലെണ്ണം ഉപ്പൊക്കെ പിടിക്കുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 5 ദിവസം കഴിഞ്ഞിട്ടേ മാങ്ങ എടുക്കാൻ കൊള്ളാവൂ. ഒന്ന് തണുക്കട്ടെ. നല്ലെണ്ണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഇത് നല്ലെണ്ണയും കരിയപ്പലയും കൂടെ ചൂടാക്കിയത് ഇതിലൊഴിക്കാം. ഇതേപോലെ ആക്കി വെച്ചാൽ ഇനി ഇതിൽ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല. ഇതിന് ഒരു 5 ദിവസത്തിന് ശേഷം ഇത് എടുക്കാൻ നല്ല ഉപ്പൊക്കെ റെഡിയാകത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം 5 ദിവസം കഴിഞ്ഞെടുക്കാം. എളുപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ്. ശരി, ഓക്കെ.